നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ആധുനികതയുടെ ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന മേനോൻ കൺസൾട്ടൻസിയുടെ ഗ്ലാസ് ടവറിന് മുൻപിൽ ആരതി നിന്നു. 24 വയസ്സുകാരിയായ അവൾക്ക് ഈ കെട്ടിടം ഒരു സ്വപ്നം പോലെ തോന്നി. ചുളിവുകൾ വീഴാത്ത സാരിയും ഒതുക്കമുള്ള ഭാവവുമായി അവൾ റിസപ്ഷനിലേക്ക് നടന്നു. "ഞാൻ ആരതിയാണ്, മിസ്റ്റർ അനൂപ് മേനോൻ്റെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറി," അവൾ വിനയത്തോടെ പറഞ്ഞു. റിസപ്ഷനിസ്റ്റ് പുഞ്ചിരിയോടെ അവളെ സ്വീകരിച്ച് 20-ാം നിലയിലേക്ക് വഴികാട്ടി. ലിഫ്റ്റിൽ കയറിയപ്പോൾ അവളുടെ ഹൃദയം പെരുമ്പറ കൊട്ടുന്നുണ്ടായിരുന്നു. ഈ കമ്പനിയിലെ ജോലിയാണ് അവളുടെ കുടുംബത്തിന് ഏക ആശ്രയം. കഠിനാധ്വാനം ചെയ്തേ മതിയാകൂ. പുതിയ ഓഫീസ് മുറിയിലേക്ക് കടന്നപ്പോൾ അവിടുത്തെ ശാന്തത അവളെ അത്ഭുതപ്പെടുത്തി. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു തരം ഭയവും ഉള്ളിലുണ്ടായിരുന്നു. ഇവിടെ എത്തിയ ശേഷം എല്ലാവരും പറഞ്ഞിരുന്നത് ഒരേ ഒരു കാര്യമാണ്: CEO അനൂപ് മേനോൻ ഒരു കണിശക്കാരനാണ്. ഒരു തെറ്റും അദ്ദേഹം പൊറുക്കില്ല. കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു വിട്ടുവീഴ്ചയുമില്ല. 30 വയസ്സ് മാത്രമാണ് പ്രായമെങ്കിലും അദ്ദേഹത്തിൻ്റെ ബിസിനസ് വൈഭവം ആരെയും അമ്പരിപ്പിക്കും. ആരതിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനായി സീനിയർ എക്സിക്യൂട്ടീവ് വന്നപ്പോൾ അവൾ ആകാംക്ഷയോടെ ചോദിച്ചു, "സാറിന് മിസ്റ്റർ അനൂപിന് ദേഷ്യം വരുമോ?" അവർ ചെറുതായി ചിരിച്ചു. "ദേഷ്യമല്ല ആരതി, സാറിന് വേണ്ടത് പെർഫെക്ഷനാണ്. കൃത്യമായി ജോലി ചെയ്താൽ അദ്ദേഹം നിങ്ങളെ പിന്തുണയ്ക്കും. പക്ഷേ ഒരു കാര്യം, സാറിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. അദ്ദേഹത്തിൻ്റെ ലോകം പ്രൊഫഷണലാണ്. പ്രൈവറ്റ് സെക്രട്ടറിയായി ഇവിടെ എത്തുന്ന 3-ാമത്തെ ആളാണ് നിങ്ങൾ. മുൻപുള്ള 2 പേരും ഒരാഴ്ച പോലും തികച്ചിട്ടില്ല." ആ മുന്നറിയിപ്പ് ആരതിയുടെ ഭയം വർദ്ധിപ്പിച്ചു. താൻ പരാജയപ്പെടുമോ? ഉച്ചയ്ക്ക് ശേഷം ആരതി അനൂപ് മേനോൻ്റെ ചേംബറിന് മുന്നിൽ നിന്നു. തൻ്റെ ആദ്യ കൂടിക്കാഴ്ച, തൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന നിമിഷം. വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു. അനൂപ് മേനോൻ കറുത്ത സ്യൂട്ട് ധരിച്ച് തൻ്റെ വലിയ മേശയ്ക്ക് പിന്നിലിരുന്ന് ലാപ്ടോപ്പിൽ ശ്രദ്ധിച്ചിരിക്കുകയാണ്. മുറിയിൽ ഒരു തരം അധികാരം നിറഞ്ഞു നിൽക്കുന്ന ആരതിയുടെ നേരെ തലയുയർത്താതെ തന്നെ അദ്ദേഹം സംസാരിച്ചു. "മിസ് ആരതി, ടൈം ഈസ് മണി. എൻ്റെ ഫയലുകൾ, മീറ്റിങ്ങുകൾ, ഷെഡ്യൂൾ എല്ലാം ഒരു നിമിഷം പോലും വൈകാതെ മുന്നിലുണ്ടായിരിക്കണം. കഴിഞ്ഞ സെക്രട്ടറിയുടെ ഫയൽ കൈകാര്യം ചെയ്തതിലെ കുറവുകൾ കൊണ്ടാണ് ഞാൻ അവരെ ഒഴിവാക്കിയത്. നിങ്ങൾക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തുറന്നു പറയാം." അനൂപിൻ്റെ ശബ്ദത്തിന് ഗാംഭീര്യവും കടുപ്പവും ഉണ്ടായിരുന്നു. ആരതിയുടെ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി. "സർ, എനിക്ക് കഴിയുമെന്ന് ഉറപ്പാണ്. എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും," അവൾ ശബ്ദം നേർപ്പിച്ചു പറഞ്ഞു. അനൂപ് മേശപ്പുറത്തിരുന്ന കണ്ണട ഊരിവെച്ച് അവളെ നോക്കി. ആ നോട്ടത്തിൽ ഒരുതരം അളവെടുപ്പുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് അവൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നേരിട്ട് നോക്കുന്നത്. ആ മുഖത്ത് ഗൗരവം തളം കെട്ടി നിന്നിരുന്നു. "നന്നായി. 5 മിനിറ്റ് മുമ്പ് ഞാൻ ചോദിച്ച ഫയൽ എൻ്റെ കയ്യിൽ എത്തിയിരിക്കണം. ഗോ." ആരതി വേഗത്തിൽ ചേംബറിൽ നിന്ന് പുറത്തു വന്നു. ജോലിഭാരം അവളെ തളർത്തിയെങ്കിലും അവളുടെ നിശ്ചയദാർഢ്യം വർദ്ധിച്ചു. "ഇല്ല, പരാജയപ്പെടില്ല. എൻ്റെ കുടുംബത്തിനു വേണ്ടി ഞാൻ ഇത് ചെയ്തിരിക്കും." അന്ന് വൈകുന്നേരം അനൂപ് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് ആരതി ഒരു ഡയറിയിൽ അന്നത്തെ പ്രധാന കാര്യങ്ങൾ, അടുത്ത ദിവസത്തെ ഷെഡ്യൂൾ എന്നിവ വൃത്തിയായി എഴുതി ടേബിളിൽ വെച്ചു. രാത്രി ഏറെ വൈകി അനൂപ് മേനോൻ ആ ഡയറി കണ്ടു. കമ്പ്യൂട്ടറിലെ ടാസ്ക് ലിസ്റ്റിനേക്കാൾ ഭംഗിയായി എഴുതിയ കൈയക്ഷരം, വ്യക്തമായ കുറിപ്പുകൾ. ഒരു ചെറിയ പുഞ്ചിരി ആദ്യമായി ആ ഗൗരവമുള്ള ചുണ്ടുകളിൽ വിരിഞ്ഞു. ഈ പെൺകുട്ടി, അദ്ദേഹം മനസ്സിൽ മന്ത്രിച്ചു. ആരതിയുടെ ആത്മാർത്ഥതയുടെ ആദ്യത്തെ വിജയമായിരുന്നു അത്. ഓഫീസിലെ ആദ്യത്തെ 2 ആഴ്ച ആരതിക്ക് പരീക്ഷണ ഘട്ടമായിരുന്നു. അനൂപ് മേനോൻ്റെ അതിസങ്കീർണമായ ഷെഡ്യൂളുകൾ കൈകാര്യം ചെയ്യുക എന്നത് അവൾ ആദ്യം കരുതിയതിനേക്കാൾ വലിയ വെല്ലുവിളിയായിരുന്നു. എന്നാൽ തൻ്റെ കഠിനാധ്വാനം കൊണ്ട് അവൾ ഓരോ വെല്ലുവിളിയെയും അതിജീവിച്ചു. രാവിലെ ഏറ്റവും നേരത്തെ ഓഫീസിലെത്തുക, രാത്രി എല്ലാവർക്കും ശേഷം മാത്രം പോകുക, ഇതായിരുന്നു അവളുടെ ചിട്ട. ആദ്യ ദിവസങ്ങളിലെ കടുപ്പം അനൂപിൽ നിന്നും മാഞ്ഞു തുടങ്ങിയിരുന്നു. ആരതിയുടെ കൃത്യനിഷ്ഠയും കാര്യക്ഷമതയും അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. തൻ്റെ മുൻ സെക്രട്ടറിമാരിൽ നിന്ന് വ്യത്യസ്തമായി ആരതി ഒരു തവണ പറയുന്ന കാര്യം ഉടൻ മനസ്സിലാക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു. ഒരു ദിവസം രാത്രി വൈകി ഒരു പ്രധാന വിദേശ ക്ലയൻറ്റുമായിട്ടുള്ള കോൺഫറൻസ് കോളിന് വേണ്ട ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നു അനൂപ്. കോൾ തുടങ്ങാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ അദ്ദേഹത്തിന് ഒരു ഡേറ്റ കണ്ടെത്താൻ കഴിയാതെ വന്നു. "ആരതി, എൻ്റെ 2024-ലെ സെക്കൻഡ് ക്വാർട്ടർ പ്രൊജക്ഷൻ റിപ്പോർട്ട് ഫയലിൽ കാണുന്നില്ല. ഇതെവിടെ വെച്ചു?" അനൂപിൻ്റെ ശബ്ദത്തിൽ അല്പം അക്ഷമയുണ്ടായിരുന്നു.
ആരതി വേഗത്തിൽ കമ്പ്യൂട്ടർ പരിശോധിച്ച് പറഞ്ഞു, സർ, ആ ഫയൽ സെഷൻ ബിയുടെ ഫോൾഡറിൽ മാർക്കറ്റ് ഷെയർ അപ്ഡേറ്റ്സ് എന്ന സബ് ഫോൾഡറിനകത്ത് ഒരു പ്രത്യേക പേരിലാണ് സേവ് ചെയ്തിട്ടുള്ളത്. ഒരു മിനിറ്റ്, ഞാൻ മെയിൽ ചെയ്യാം. അവൾ മിന്നൽ വേഗത്തിൽ അത് കണ്ടെത്തി അയച്ചു കൊടുത്തു. കോൾ സമയത്തിന് തന്നെ തുടങ്ങി. ആ കോൺഫറൻസ് കോളിനിടെ തൻ്റെ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ആരതിക്ക് കഴിയുന്നത് കണ്ട് അനൂപ് അവളെ കൂടുതൽ വിശ്വസിക്കാൻ തുടങ്ങി. ജോലിയുടെ ഭാഗമായി അവർക്ക് കൂടുതൽ അടുത്തിടപഴകേണ്ടി വന്നു. തുടർച്ചയായ ബിസിനസ് മീറ്റിങ്ങുകൾ, ക്ലയൻറ്റുമായുള്ള ഉച്ചഭക്ഷണങ്ങൾ, ചില ചെറിയ ഔദ്യോഗിക യാത്രകൾ. ഈ യാത്രകളിലെല്ലാം ആരതി പ്രൊഫഷണൽ മര്യാദ വിടാതെ പെരുമാറി. ഒരു യാത്രയ്ക്കിടെ കാറിൽ വെച്ച് യാദൃശ്ചികമായി അനൂപ് അവളുടെ കുടുംബത്തെക്കുറിച്ച് ചോദിച്ചു. മിസ് ആരതി, എവിടെയാണ് താമസം? വീട്ടിൽ ആരൊക്കെയുണ്ട്? സർ, നഗരത്തിൻ്റെ അരികിലാണ്. അച്ഛൻ, അമ്മ, പിന്നെ കോളേജിൽ പഠിക്കുന്ന ഒരനിയൻ. അച്ഛൻ ഒരു സാധാരണ ജോലിക്കാരനാണ്. പെട്ടെന്ന് സുഖമില്ലായതുകൊണ്ടാണ് എനിക്ക് ഈ ജോലി അത്യാവശ്യമായത്. അവൾ മറുപടി നൽകി. അവളുടെ ശബ്ദത്തിൽ ചെറിയൊരു വിഷാദം നിഴലിച്ചു. അനൂപ് പെട്ടെന്ന് പ്രതികരിച്ചില്ല. ആഡംബരങ്ങളുടെ നടുവിൽ വളർന്ന അദ്ദേഹത്തിന് ഇതൊരു പുതിയ അനുഭവമായിരുന്നു. ആരതിയുടെ കണ്ണുകളിലെ ആത്മാർത്ഥതയും അവളുടെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്വ ബോധവും അദ്ദേഹത്തെ സ്പർശിച്ചു. ആ ദിവസം മുതൽ അനൂപിൻ്റെ സംസാരത്തിൽ ചെറിയൊരു വാത്സല്യം കടന്നുകൂടി. ജോലിക്കപ്പുറം ആരതിയുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അദ്ദേഹം താല്പര്യം കാണിച്ചു തുടങ്ങി. ഒരിക്കൽ തിരക്കിനിടയിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ മറന്ന ആരതിക്ക് അദ്ദേഹം സ്വന്തമായി പോയി കാപ്പി വാങ്ങിക്കൊടുത്തു. മിസ് ആരതി, ടൈം ഈസ് മണി എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ആരോഗ്യവും പ്രധാനമാണ്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, അദ്ദേഹം ഗൗരവം വിടാതെ പറഞ്ഞു. ആരതിക്ക് ആ കരുതൽ അപ്രതീക്ഷിതമായിരുന്നു. ഒരു സാധാരണ ജീവനക്കാരിയെപ്പോലെ ശ്രദ്ധിക്കുന്ന അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ് അവൾ തിരിച്ചറിഞ്ഞു. പ്രൊഫഷണലായ അകലം പാലിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ആരതിയും അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു. ആ ഗൗരവമുള്ള ബോസിൻ്റെ മറവിൽ ഒരു നല്ല മനുഷ്യൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവൾ മനസ്സിലാക്കി. പക്ഷേ അവളുടെ മനസ്സ് തൻ്റെ ഇഷ്ടത്തെ തടഞ്ഞു നിർത്തി. ഇതൊരു സ്വപ്നം മാത്രമാണ്. അനൂപ് മേനോനെ പോലെ ഒരാൾക്ക് ഞാൻ ആരാണ്? വെറുമൊരു സെക്രട്ടറി മാത്രം. എങ്കിലും അനൂപിൻ്റെ ഓരോ നോട്ടത്തിലും വാക്കിലും അവൾ ഇപ്പോൾ സ്നേഹത്തിൻ്റെ നേരിയൊരു തരിവ് കണ്ടു തുടങ്ങി. പ്രൊഫഷണൽ വേലിക്കെട്ടുകൾക്കുള്ളിൽ ഒരു നിശബ്ദമായ അടുപ്പം വളരുകയായിരുന്നു. മേനോൻ കൺസൾട്ടൻസിയിലെ ദിവസങ്ങൾ ആരതിക്ക് ഇപ്പോൾ ഏറെ പരിചിതമായി കഴിഞ്ഞിരുന്നു. അനൂപും അവളും തമ്മിലുള്ള ഔദ്യോഗിക ബന്ധം ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ആ പതിവ് തെറ്റിച്ചുകൊണ്ട് ഒരു ദിവസം ആരതിയുടെ ഡെസ്കിന് മുന്നിൽ ഒരു സൗന്ദര്യധാമം പ്രത്യക്ഷപ്പെട്ടു. ആകർഷകമായ വസ്ത്രധാരണവും ആത്മവിശ്വാസം നിറഞ്ഞ ചിരിയുമായി നിന്ന ആ യുവതി ഗൗരിയായിരുന്നു. അനൂപ് മേനോൻ്റെ അടുത്ത സുഹൃത്തും അദ്ദേഹത്തിൻ്റെ ബിസിനസ് പങ്കാളിയായ മിസ്റ്റർ വാസുദേവൻ്റെ മകളും. ഹായ്, ഞാൻ ഗൗരി, അവൾ സ്വയം പരിചയപ്പെടുത്തി. എന്നാൽ ആരതിയുടെ മുഖത്തേക്ക് ശ്രദ്ധിക്കാതെ അനൂപിൻ്റെ ചേംബറിൻ്റെ വാതിലിലേക്ക് നോക്കി. അനൂപ്, അകത്തുണ്ടോ? അവൾ ചോദിച്ചു. യെസ് മാം, സാർ അകത്തുണ്ട്, ഞാൻ അറിയിക്കാം. ആരതി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല, ഞാൻ എപ്പോഴും ഫ്രീ എൻട്രി ആണ്. പറഞ്ഞു തീരും മുമ്പേ ഗൗരി വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു. ആദ്യമായാണ് ഒരാൾ അനൂപിൻ്റെ അനുമതിയില്ലാതെ ചേംബറിലേക്ക് കടക്കുന്നത് ആരതി കാണുന്നത്. അത്ഭുതത്തോടെ അവൾ നോക്കി നിന്നു. അധികം വൈകാതെ അകത്തുനിന്ന് ചിരിയുടെ ശബ്ദം കേട്ടു. അനൂപ് സാധാരണ മീറ്റിങ്ങുകളിൽ കാണിക്കുന്ന ഗൗരവം അവിടെ ഉണ്ടായിരുന്നില്ല. അന്നു മുതൽ ഗൗരിയുടെ സന്ദർശനം ഓഫീസിലെ ഒരു പതിവായി മാറി. ഓരോ തവണ വരുമ്പോഴും അവർ അനൂപിൻ്റെ ചേംബറിൽ മണിക്കൂറുകളോളം ചെലവഴിച്ചു. ചിലപ്പോഴൊക്കെ അവർ ഒന്നിച്ചു പുറത്തു പോവുകയും ചെയ്തിരുന്നു. ഗൗരി സുന്ദരിയായിരുന്നു. സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള കുടുംബത്തിൽ നിന്നാണ് വന്നത്. അവളും അനൂപും തമ്മിലുള്ള സൗഹൃദം ഓഫീസിലെ സംസാര വിഷയമായി. അവർ ഉടൻ വിവാഹിതരാകാൻ സാധ്യതയുണ്ടെന്ന് പലരും അടക്കം പറഞ്ഞു. ഒരു ഉച്ച സമയത്ത് ഗൗരി അനൂപിൻ്റെ ചേംബറിൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്ന ആരതിയെ കണ്ടു. ഹേയ്, നിങ്ങൾ അനൂപിൻ്റെ പുതിയ സെക്രട്ടറി ആണല്ലേ? പേര്? ഗൗരിയുടെ ചോദ്യത്തിൽ ഒരു തരം അലസതയുണ്ടായിരുന്നു. പേര് പോലും അവൾ ഓർത്തിട്ടില്ല എന്ന് വ്യക്തം. ആരതി, അവൾ വിനയത്തോടെ പറഞ്ഞു. ഓക്കെ ആരതി, അനൂപിന് വേണ്ടി ഈ ഫയൽ റെഡിയാക്കി വെച്ചേക്കണം. ഞങ്ങൾ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങുകയാണ്. ഒരു ഡിന്നർ ഡേറ്റ് ഉണ്ട്. ഒരുപാട് വൈകരുത് കേട്ടോ. ഗൗരി ഇത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ആരതിയുടെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ മിന്നി. ഡിന്നർ ഡേറ്റ്? അവളും അനൂപും തമ്മിൽ എത്രമാത്രം അടുപ്പമുണ്ടെന്ന് അറിയിക്കാനായി മനഃപൂർവ്വം പറഞ്ഞതാണോ എന്ന് അവൾ സംശയിച്ചു. ഗൗരി അനൂപിൻ്റെ കൈകളിൽ തട്ടി ചിരിച്ചുകൊണ്ട് ബൈ അനു, സീ യു ലേറ്റർ എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി.
ഗൗരി പോയ ശേഷം അനൂപ് പുറത്തു വന്നു. ആരതിയുടെ മുഖത്തെ മ്ലാനത അദ്ദേഹം ശ്രദ്ധിച്ചു. എന്താ മിസ് ആരതി, ടയേർഡാണോ? അല്ല സാർ, ഒരല്പം തലവേദന. സാർ, ഫയൽ ഞാൻ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഗുഡ് നൈറ്റ്. ആരതി വേഗത്തിൽ അവിടുന്ന് നടന്നു. അന്ന് രാത്രി ഉറങ്ങാൻ കഴിയാതെ അവൾ കിടന്നു. അനൂപിനോട് തനിക്കുള്ള ഇഷ്ടം പ്രണയമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ ഗൗരിയുടെ സാന്നിധ്യം അവളെ വല്ലാതെ വേദനിപ്പിച്ചു. അതെങ്ങനെ സംഭവിക്കാനാണ്? ഞാൻ വെറുമൊരു സാധാരണക്കാരി. അനൂപ് സാറിന് ചേരുന്നത് ഗൗരിയെപ്പോലെ സകല സൗഭാഗ്യങ്ങളുമുള്ള ഒരാളാണ്. അവളുടെ ഉള്ളിലെ ഭയം വീണ്ടും തലപൊക്കി. തൻ്റെ പ്രണയം അവൾ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഒതുക്കി വെച്ചു. അതേസമയം അനൂപിൻ്റെ മനസ്സ് മറ്റൊരിടത്തായിരുന്നു. ഗൗരി നല്ല സുഹൃത്താണ്, പക്ഷേ അവൾ തൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ ഡിന്നർ ഡേറ്റ് പോലും ഗൗരിയുടെ നിർബന്ധത്തിന് വഴങ്ങിയതായിരുന്നു. അനൂപ് തൻ്റെ ചേംബറിൽ ഇരിക്കുമ്പോൾ തൻ്റെ ഡെസ്കിൽ ശ്രദ്ധയോടെ ജോലി ചെയ്യുന്ന ആരതിയെ ഇടയ്ക്കിടെ ജനൽ ചില്ലിലൂടെ കണ്ടിരുന്നു. അവളുടെ ലാളിത്യവും നിഷ്കളങ്കതയും അദ്ദേഹത്തിൻ്റെ ചിന്തകളെ മാറ്റിമറിച്ചു തുടങ്ങിയിരുന്നു. അടുത്ത ഭാഗത്തിൽ അനൂപിൻ്റെ മനസ്സിൽ പ്രണയം മുട്ടിടാൻ പോകുന്നു. ഗൗരിയുടെ സ്ഥിരം സന്ദർശനങ്ങൾ ആരതിയുടെ മനസ്സിൽ ഒരു നിഴലായി വീഴാൻ തുടങ്ങിയിരുന്നുവെങ്കിലും ജോലിയോടുള്ള അവളുടെ ആത്മാർത്ഥതയ്ക്ക് ഒരു കുറവും സംഭവിച്ചില്ല. തൻ്റെ വ്യക്തിപരമായ വേദനകൾ അവൾ പുറത്ത് കാണിച്ചില്ല. എന്നാൽ ഈ ദിവസങ്ങളിൽ അനൂപിൻ്റെ ശ്രദ്ധ പൂർണ്ണമായും ആരതിയിലായിരുന്നു. ആരതി എപ്പോഴും ഗൗരിയിൽ നിന്ന് ഒരു അകലം പാലിക്കാൻ ശ്രമിക്കുന്നതും തന്നോട് സംസാരിക്കുമ്പോൾ അവൾ കാണിക്കുന്ന വിനയവും അതിലുപരി അവളുടെ കണ്ണുകളിലെ നേരിയ ദുഃഖവും അദ്ദേഹം ശ്രദ്ധിച്ചു. ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായി അവർ ഒരുമിച്ച് അയൽ സംസ്ഥാനത്തേക്ക് ഒരു ബിസിനസ് ട്രിപ്പിന് പോകേണ്ടി വന്നു. 3 ദിവസത്തെ യാത്രയായിരുന്നു അത്. ഈ യാത്രയ്ക്കിടെയാണ് അനൂപ് ആരതിയെ ഒരു ബോസ് സെക്രട്ടറി എന്നതിലുപരി ഒരു വ്യക്തിയായി മനസ്സിലാക്കാൻ തുടങ്ങിയത്. രാത്രി വൈകി ഒരു ഹോട്ടൽ ലോബിയിൽ വെച്ച് ജോലിയെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്കിടയിൽ ആരതി യാദൃശ്ചികമായി തൻ്റെ കുട്ടിക്കാലത്തെ ഒരു ആഗ്രഹം പങ്കുവച്ചു. സർ, എനിക്ക് കുട്ടിക്കാലം മുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഒരുപാട് പുസ്തകങ്ങൾ സ്വന്തമായി വാങ്ങുക എന്നതായിരുന്നു. പക്ഷേ അതിനുള്ള സാഹചര്യം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതിനുള്ള ചെറിയൊരു തുക ഞാൻ മാറ്റിവെക്കുന്നത്. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ ചിരിയിൽ ഒരു നിഷ്കളങ്കതയുണ്ടായിരുന്നു. അനൂപ് അത്ഭുതത്തോടെ അവളെ നോക്കി. ആഡംബരങ്ങളോ വലിയ സ്വപ്നങ്ങളോ ഇല്ലാത്ത ചെറിയ സന്തോഷങ്ങളെ സംതൃപ്തി കണ്ടെത്തുന്ന ആ പെൺകുട്ടി അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു. തൻ്റെ ചുറ്റുമുള്ള ആളുകൾ എപ്പോഴും പണത്തെക്കുറിച്ചും ബിസിനസ്സിനെക്കുറിച്ചും മാത്രം സംസാരിക്കുമ്പോൾ ആരതിയുടെ ഈ ലാളിത്യം അദ്ദേഹത്തിനൊരു പുതിയ അനുഭവമായിരുന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുമ്പോഴും നിങ്ങൾ സ്വന്തമായി സന്തോഷങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു അല്ലേ? ആരതിയുടെ കണ്ണുകൾ നിറഞ്ഞു. കഷ്ടപ്പാടല്ല സാർ, എൻ്റെ കടമയാണ്. പക്ഷേ ഈ ജോലിയാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. സാർ തന്ന അവസരത്തിന് നന്ദിയുണ്ട്. ആ നിമിഷം അനൂപിൻ്റെ മനസ്സിൽ എവിടെയോ ഒരു സ്പാർക്കുണ്ടായി. അവളോടുള്ള ഇഷ്ടം ഒരു ബഹുമാനത്തിൽ നിന്ന് പ്രണയത്തിലേക്ക് വഴിമാറാൻ തുടങ്ങുകയായിരുന്നു. അന്ന് രാത്രി ഹോട്ടൽ റൂമിലേക്ക് മടങ്ങുമ്പോൾ പടിയിറങ്ങുന്നതിനിടയിൽ ആരതിയുടെ കാൽ വഴുതി. ബാലൻസ് തെറ്റി അവൾ താഴെ വീഴാൻ പോയി നിമിഷം അനൂപ് അവളെ പെട്ടെന്ന് പിടിച്ചു. ആ നിമിഷം അവരുടെ കണ്ണുകൾ പരസ്പരം കോർത്തു. അനൂപിൻ്റെ കൈകളിൽ അവൾ സുരക്ഷിതയായി നിന്നു. തൻ്റെ ഹൃദയം വളരെ വേഗത്തിൽ മിടിക്കുന്നത് ആരതി അറിഞ്ഞു. അനൂപിൻ്റെ കണ്ണുകളിൽ താൻ കണ്ടത് ആദ്യമായിട്ടാണ് ഒരു തരം കരുതലും വാത്സല്യവും കലർന്ന തീവ്രമായ ഭാവം. ശ്രദ്ധിക്കണം ആരതി, അനൂപ് മൃദുവായി പറഞ്ഞു. അവൻ്റെ ശബ്ദം പതിവിലും അധികം ശാന്തമായിരുന്നു. ആരതിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവൾ നന്ദിയോടെ തലയാട്ടി. റൂമിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അനൂപ് റൂമിലെ വലിയ ജനലിലൂടെ നഗരത്തിലേക്ക് നോക്കി നിന്നു. തൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ആരതിയുടെ നിഷ്കളങ്കമായ മുഖമാണ്. തൻ്റെ കർശനമായ ലോകത്തേക്ക് ഒരു കുളിർക്കാറ്റ് പോലെ കടന്നു വന്ന ആ പെൺകുട്ടിയെ താൻ അറിയാതെ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതൊരു ഭ്രാന്താണ് എൻ്റെ സെക്രട്ടറിയോട്. സാമ്പത്തികമായി ഞാൻ ഇത്രയും ഉയർന്നു നിൽക്കുമ്പോൾ. പക്ഷേ അവളാണ് എനിക്ക് വേണ്ടത്. അവളുടെ ലാളിത്യമാണ് എൻ്റെ ഈ ലോകത്തിനാവശ്യം. അനൂപ് തൻ്റെ പ്രണയം തിരിച്ചറിഞ്ഞു. എന്നാൽ ഈ പ്രണയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എത്രമാത്രം വെല്ലുവിളിയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പ്രത്യേകിച്ച് ഗൗരിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം ഒരു തീരുമാനമെടുക്കാൻ ഉറച്ചു. തൻ്റെ ഈ പ്രണയം ആരതിയോട് തുറന്നു പറയുന്നതിന് മുൻപ് തൻ്റെ അടുത്ത സുഹൃത്തായ ഗൗരിയോട് ഈ കാര്യം സൂചിപ്പിക്കണം. ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം ഓഫീസിലെ അന്തരീക്ഷം ആരതിക്ക് വ്യത്യസ്തമായി തോന്നി. അനൂപ് മേനോൻ്റെ പെരുമാറ്റത്തിൽ പ്രകടമായ ഒരു മാറ്റമുണ്ടായിരുന്നു.
ജോലിക്കപ്പുറം അദ്ദേഹം തന്നോട് കൂടുതൽ ശ്രദ്ധയും കരുതലും കാണിച്ചു. ചെറിയ കാര്യങ്ങൾക്ക് പോലും അദ്ദേഹം അവളെ അഭിനന്ദിച്ചു. ആ സ്നേഹത്തിൻ്റെ വെളിച്ചം ആരതിയുടെ ഉള്ളിലെ പ്രണയത്തെ കൂടുതൽ ആളിക്കത്തിച്ചു. എന്നാൽ ആ പ്രണയത്തിനു മുകളിൽ ഭയത്തിൻ്റെ കട്ടിയുള്ള ഒരു മേഘം എപ്പോഴും നിഴലിച്ചിരുന്നു. അനൂപിൻ്റെ ഒരടുപ്പമുള്ള നോട്ടം പോലും അവളിൽ ഭയം നിറച്ചു. എന്തിനാണ് ഇത്രയും വലിയൊരു മനുഷ്യൻ എന്നെ ശ്രദ്ധിക്കുന്നത്? ഇതൊരു തെറ്റിദ്ധാരണയാകുമോ? ഒരിക്കലും ഒരുമിക്കാൻ സാധ്യതയില്ലാത്ത ബന്ധത്തെക്കുറിച്ച് എന്തിനാണ് ഞാൻ സ്വപ്നം കാണുന്നത്? ഒരു ദിവസം അനൂപ് അവളെ തൻ്റെ ചേംബറിലേക്ക് വിളിച്ചു. അവിടെ വെച്ച് ഒരു പുതിയ പ്രൊജക്റ്റിൻ്റെ വിജയത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. നിങ്ങളുടെ കൃത്യമായ പ്ലാനിംഗ് ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രൊജക്റ്റ് ഇത്രയും വേഗത്തിൽ പൂർത്തിയാകില്ലായിരുന്നു ആരതി. താങ്ക് യു, അദ്ദേഹം പറഞ്ഞു. അനൂപ് അവൾക്ക് ഒരു സമ്മാനം നൽകാനായി കൈനീട്ടി. അതൊരു ലക്ഷറി പേനയായിരുന്നു. ഇതൊരു ചെറിയ സമ്മാനമാണ്, നിങ്ങൾ ഇത് അർഹിക്കുന്നു. ആരതിയുടെ കണ്ണുകൾ നിറഞ്ഞു. സർ, ഈ അംഗീകാരം തന്നെ എനിക്ക് വലിയ സമ്മാനമാണ്. ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എനിക്ക് നൽകണമെന്ന് തോന്നി, അനൂപ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ ചിരിയിൽ പതിവില്ലാത്തൊരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. അനൂപ് ഇത്രയും സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ തൻ്റെ പ്രണയം തുറന്നു പറയാൻ അവളുടെ മനസ്സ് വെമ്പൽ കൊണ്ടു. പക്ഷേ അടുത്ത നിമിഷം അവളുടെ മനസ്സ് വിലക്കി. സാമൂഹികമായ അന്തരം. അവൾ ഒരു ഇടത്തരം കുടുംബാംഗം. അനൂപ് നഗരത്തിലെ ഏറ്റവും ധനികനായ ബിസിനസ്സുകാരൻ. ഈ അന്തരം ഒരു വലിയ മതിലായി അവൾ കണ്ടു. ഗൗരിയുടെ സാന്നിധ്യം. ഗൗരി എപ്പോഴും അനൂപിൻ്റെ അടുത്ത് തന്നെയുണ്ട്. താൻ ഈ പ്രണയം തുറന്നു പറഞ്ഞാൽ തൻ്റെ മുതലാളിയെ സ്വന്തമാക്കാൻ ശ്രമിച്ച പാവപ്പെട്ട ജീവനക്കാരി എന്ന പഴി കേൾക്കേണ്ടി വരുമോ? അവൾ തൻ്റെ പ്രണയം ഒളിപ്പിച്ചു വെക്കാൻ ഒരു പ്രതിജ്ഞയെടുത്തു. അനൂപിനോട് കൂടുതലും പ്രൊഫഷണലായി മാത്രം പെരുമാറാൻ അവൾ തീരുമാനിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ അനൂപ് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ആരതി സംസാരം ജോലിയുമായി ബന്ധിപ്പിച്ചു വേഗത്തിൽ അവസാനിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലെ അന്വേഷണങ്ങൾ അവൾ ബോധപൂർവം ഒഴിവാക്കി. മിസ് ആരതി, നിങ്ങളെന്താ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ? ഒരു ദിവസം അനൂപ് തുറന്നു ചോദിച്ചു. ആരതിയുടെ മുഖം ചുവന്നു. അയ്യോ, അങ്ങനെയൊന്നുമില്ല സാർ, ജോലി തിരക്കായതുകൊണ്ടാണ്. നിങ്ങൾ ഇപ്പോൾ കുറച്ചുകൂടി അകലം പാലിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എന്താണ് കാരണം? അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ ഒരു നേരിയ സങ്കടമുണ്ടായിരുന്നു. ഒന്നുമില്ല സാർ, താങ്കൾ എൻ്റെ ബോസാണ്. ആ മര്യാദ ഞാൻ പാലിക്കാൻ ശ്രമിക്കുന്നു, അത്രമാത്രം. അവൾ ധൈര്യം സംഭരിച്ച് കടുപ്പിച്ചു പറഞ്ഞു. ആ മറുപടി അനൂപിനെ വേദനിപ്പിച്ചു. താൻ പ്രണയം വെളിപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ അവൾ തന്നിൽ നിന്ന് ഒളിച്ചോടുകയാണോ? അവളുടെ ഈ ഭയവും അകന്നു നിൽക്കുവാനുള്ള ശ്രമവുമാണ് തന്നെ പ്രണയം തുറന്നു പറയുന്നതിൽ നിന്ന് തടയുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം തീരുമാനിച്ചു. നിർഭാഗ്യവശാൽ ആ സുഹൃത്ത് ഗൗരിയായിരുന്നു. ആരതി തന്നിൽ നിന്ന് മനഃപൂർവ്വം അകലം പാലിക്കാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയതോടെ അനൂപിന് വിഷാദമായി. തൻ്റെ പ്രണയം അവൾക്ക് സ്വീകാര്യമാകുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഉറപ്പില്ലായിരുന്നു. തൻ്റെ പ്രണയത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ അദ്ദേഹത്തിന് ഒരു സുഹൃത്തിൻ്റെ ഉപദേശം അത്യാവശ്യമായി തോന്നി. ആലോചനകൾക്കൊടുവിൽ അദ്ദേഹം ഗൗരിയെ വിളിച്ചു. ഗൗരി അനൂപിൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അറിയുന്ന വിശ്വസ്തയായ ഒരു സുഹൃത്തായിരുന്നു. അദ്ദേഹത്തെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ പോലും അന്നൊരു വെള്ളിയാഴ്ച വൈകുന്നേരം നഗരത്തിലെ ഒരു ആഡംബര റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് അവർ കണ്ടത്. ഗൗരി അതീവ സന്തോഷത്തിലായിരുന്നു. ഒരു പക്ഷേ അനൂപ് വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാൻ വിളിച്ചതാകാം എന്ന ചിന്ത അവളിൽ നിറഞ്ഞു നിന്നു. എന്താ അനൂപ്, ഇന്ന് ഒരുപാട് ചിന്തയിലാണല്ലോ. ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഗൗരി സൗഹൃദത്തോടെ ചോദിച്ചു. അനൂപ് ചിരിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ ചിരിയിൽ പതിവില്ലാത്തൊരു മ്ലാനതയുണ്ടായിരുന്നു. ബിസിനസ് പ്രശ്നങ്ങളല്ല ഗൗരി, വ്യക്തിപരമായ ഒരു കാര്യമാണ്. എനിക്കൊരു ഉപദേശം വേണം. ഓ, ഉപദേശമോ? നിങ്ങൾക്കോ? പറഞ്ഞോളൂ. നിങ്ങൾക്ക് എന്നോട് എന്ത് തുറന്നു പറയാമെന്ന് അറിയാമല്ലോ, ഗൗരി സന്തോഷത്തോടെ പറഞ്ഞു. അനൂപ് മേശപ്പുറത്ത് താളം പിടിച്ചിരുന്ന കൈകൾ നിർത്തി ഗൗരിയെ നോക്കി. ഗൗരി, ഞാൻ ഒരാളെ പ്രണയിക്കുന്നു. ആ വാക്കുകൾ ഗൗരിയുടെ ചെവിയിൽ ഒരു ഇടിമുഴക്കം പോലെയാണ് പതിച്ചത്. അവളുടെ മുഖത്തെ തിളക്കം ഒരൊറ്റ നിമിഷം കൊണ്ട് കെട്ടടങ്ങി. അവൾ ഒരു ഞെട്ടലോടെ അനൂപിനെ നോക്കി. നിങ്ങൾ പ്രണയിക്കുന്നുവോ? ആരെ? എപ്പോഴാണ് ഇത് സംഭവിച്ചത്? എന്നോട് എന്തേ നേരത്തെ പറയാതിരുന്നത്? ഗൗരിയുടെ ശബ്ദം നേർത്തു പോയിരുന്നു. അവൾ തൻ്റെ സങ്കടം പുറത്ത് കാണിക്കാതിരിക്കാൻ പാടുപെട്ടു. അനൂപ് കസേരയിലേക്ക് ചാരിയിരുന്നു. ഇതൊന്നും ഞാൻ പ്ലാൻ ചെയ്തതല്ല ഗൗരി, പെട്ടെന്ന് സംഭവിച്ചതാണ്. എനിക്ക് അവളെക്കുറിച്ച് ആലോചിക്കാതിരിക്കാൻ കഴിയുന്നില്ല.
അവളോ? ആരാണത്? നമ്മുടെ ബിസിനസ് ലോകത്തുള്ള ആരെങ്കിലും ആണോ? ഏത് കുടുംബമാണ്? ഗൗരിയുടെ ചോദ്യങ്ങളിൽ ആകാംക്ഷയും ഭയവും നിറഞ്ഞിരുന്നു. തന്നെ വിവാഹം കഴിക്കാൻ അനൂപ് ആഗ്രഹിക്കുന്നു എന്ന ചിന്തയായിരുന്നു അവൾക്കിതുവരെ ആശ്വാസം നൽകിയിരുന്നത്. അനൂപ് ഒരു ദീർഘനിശ്വാസം എടുത്തു. അവളാണ് ആരതി, എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി. ഗൗരിയുടെ കൈകളിലിരുന്ന വെള്ളം നിറഞ്ഞ ഗ്ലാസ് ചെറുതായി വിറച്ചു. ആരതി? അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. താൻ എന്നും അവഗണിച്ച് സംസാരിക്കുന്ന, തൻ്റെ കണ്ണിൽ ഒരു സാധാരണ ജീവനക്കാരി മാത്രമായ ആരതിയെ അനൂപ് പ്രണയിക്കുന്നു. ഗൗരിയുടെ മുഖത്ത് ഒരു പുച്ഛഭാവം മിന്നിമറിഞ്ഞു. എന്നാൽ പെട്ടെന്ന് അവൾ അത് മറച്ചു പിടിച്ചു. ആരതിയോ? അനൂപ്, നിങ്ങൾ കാര്യമായിട്ടാണോ പറയുന്നത്? നിങ്ങളെപ്പോലെ ഒരാൾക്ക് അവൾ എങ്ങനെ ചേരും? അവളുടെ പശ്ചാത്തലമാണ് എന്നെ ആകർഷിച്ചത് ഗൗരി, അനൂപ് ഗൗരവത്തോടെ പറഞ്ഞു. അവളുടെ ആത്മാർത്ഥത, നിഷ്കളങ്കത, ലാളിത്യം, ഇതൊന്നും എൻ്റെ ചുറ്റുമുള്ള ആർക്കുമില്ല. അവൾ പണത്തിനു വേണ്ടി ശ്രമിക്കുന്നില്ല. അവൾ ജോലി ചെയ്യുന്നു. ജീവിക്കാൻ വേണ്ടി അവളുടെ സത്യസന്ധത എനിക്കിഷ്ടമാണ്. പക്ഷേ അനൂപ്, ഞാൻ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ? നമ്മൾ കുട്ടിക്കാലം മുതലുള്ള സുഹൃത്തുക്കളാണ്. നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം. ഗൗരിയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. നമ്മൾ നല്ല സുഹൃത്തുക്കളാണ് ഗൗരി, അത്രമാത്രം. എൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് ആ സ്ഥാനം മാത്രമേ ഉള്ളൂ. ഈ പ്രണയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് എനിക്ക് ചില സംശയങ്ങളുണ്ട്. അവൾ എന്നെ ഭയക്കുന്നു. പ്രണയം തുറന്നു പറഞ്ഞാൽ അവൾ എന്നെ വിട്ടുപോയാലോ എന്ന ഭയമാണെനിക്ക്. അനൂപ് തൻ്റെ വേദന പങ്കുവച്ചു. ഗൗരിയുടെ മനസ്സ് കടുത്ത ദേഷ്യത്താൽ തിളയ്ക്കുകയായിരുന്നു. അനൂപിനെ സ്വന്തമാക്കാൻ താൻ കണ്ട സ്വപ്നങ്ങൾ ഒരു നിമിഷം കൊണ്ട് ആരതി തകർത്തെറിഞ്ഞിരിക്കുന്നു. ഗൗരി തൻ്റെ ദുഃഖം ഉള്ളിലൊതുക്കി ഒരു കപട ചിരി വരുത്തി. അനൂപ്, അവൾ നിങ്ങളുടെ സെക്രട്ടറിയാണ്. നിങ്ങൾ പ്രണയം തുറന്നു പറഞ്ഞാൽ അവൾക്കത് നിരസിക്കാൻ കഴിയുമോ? പേടി അതായിരിക്കില്ല. നിങ്ങൾ ഒന്നായി ജീവിക്കണമെന്ന് നിങ്ങൾക്കാഗ്രഹമുണ്ടെങ്കിൽ ഞാൻ കൂടെ ഉണ്ടാകും. നിങ്ങൾ എൻ്റെ അടുത്ത സുഹൃത്തല്ലേ? അവൾ അനൂപിൻ്റെ കൈകളിൽ മൃദുവായി തട്ടി. ആ നുണയെല്ലാം വിശ്വസിച്ച് അനൂപ് ഗൗരിക്ക് നന്ദി പറഞ്ഞു. ഗൗരി അവിടുന്ന് ഇറങ്ങിപ്പോരുമ്പോൾ അവളുടെ മനസ്സിൽ ആരതിയോടുള്ള കടുത്ത പക ആളിക്കത്തി. ആരതി, നിനക്കെൻ്റെ സന്തോഷം തകർക്കാൻ ഞാൻ അനുവദിക്കില്ല. നിങ്ങൾ തമ്മിൽ ഒന്നിക്കില്ല. ഞാൻ അതിന് അനുവദിക്കില്ല. അനൂപുമായി സംസാരിച്ച ശേഷം ഗൗരിക്ക് തൻ്റെ സങ്കടത്തേക്കാൾ വലുതായി ആരതിയോടുള്ള ദേഷ്യമാണ് മനസ്സിൽ നിറഞ്ഞത്. തൻ്റെ പ്രിയപ്പെട്ടവനെ തട്ടിയെടുത്തവളായി അവൾ ആരതിയെ കണ്ടു. അനൂപിനെ എങ്ങനെയെങ്കിലും ആരതിയിൽ നിന്ന് അകറ്റണം. അതിനുവേണ്ടി എന്ത് കടുങ്കൈ ചെയ്യാനും അവൾ തയ്യാറായിരുന്നു. അടുത്ത ദിവസം ഗൗരി പതിവിലധികം സൗഹൃദത്തോടെയാണ് ഓഫീസിലെത്തിയത്. അവൾ നേരെ ആരതിയുടെ ഡെസ്കിനടുത്തെത്തി. ഹായ് ആരതി, നിങ്ങൾക്ക് അനൂപുമായിട്ട് നല്ല അടുപ്പമുണ്ടെന്ന് കേട്ടല്ലോ. ഞങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ അറിയാമായിരിക്കും അല്ലേ? ഗൗരിയുടെ ചോദ്യം കേൾക്കുമ്പോൾ ആരതിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. അതിൽ ഒളിച്ചിരുന്ന പരിഹാസം അവൾ തിരിച്ചറിഞ്ഞു. ഗൗരിമാം, എൻ്റെ ജോലി സെക്രട്ടറിയുടേതാണ്. ഔദ്യോഗികപരമായ കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് സാറുമായി സംസാരിക്കാനുള്ളത്. ആരതി ശാന്തമായി മറുപടി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നന്നായി. കാരണം അനൂപിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ ഒരാളുണ്ട്. ഞാനും അനൂപും വിവാഹിതരാകാൻ തീരുമാനിച്ചാൽ നിങ്ങളെപ്പോലുള്ളവർ ഇടയിലുണ്ടാകുന്നത് ഒരു മോശം കാര്യമാണ്. ഗൗരിയുടെ ശബ്ദം താഴ്ന്നതാണെങ്കിലും വാക്കുകൾക്ക് കടുപ്പമുണ്ടായിരുന്നു. ഗൗരിയുടെ ഈ വാക്കുകൾ ആരതിയുടെ നെഞ്ചിൽ ഒരു കല്ലുപോലെ വീണു. അനൂപ് തന്നോട് കാണിക്കുന്ന അടുപ്പമെല്ലാം ഒരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നോ? തങ്ങൾ തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കാൻ സാധ്യതയുണ്ടെന്ന് അവൾ പ്രതീക്ഷിച്ചത് വെറുതെയായിരുന്നോ? ആരതിയുടെ മനസ്സിൽ ഭയം വർദ്ധിപ്പിച്ച ശേഷം ഗൗരി അടുത്ത നീക്കം തുടങ്ങി. അനൂപിൽ നിന്ന് ആരതിയെ അകറ്റാൻ അവൾ ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഗൗരി അനൂപിൻ്റെ ചേംബറിൽ ചെലവഴിക്കുന്ന സമയം വർദ്ധിപ്പിച്ചു. ആരതി ഓഫീസിലില്ലാത്ത സമയങ്ങളിൽ അവൾ അനൂപിൻ്റെ ഡെസ്കിലുള്ള ഫയലുകളിൽ കൈക്കടത്തി. ഒരു പ്രധാന ഇൻ്റർനാഷണൽ കോൺഫറൻസിനായുള്ള ഡാറ്റ അനൂപിന് അത്യാവശ്യമായിരുന്നു. ഈ ഡാറ്റയുടെ കോപ്പി ആരതിയുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നു. ഗൗരി ആരതിയുടെ ഡെസ്കിൽ വന്ന് സൗഹൃദം നടിച്ച് സംസാരിക്കുന്നതിനിടയിൽ മനഃപൂർവ്വം ആ ഫോൾഡറിൻ്റെ പേര് മാറ്റി. അടുത്ത ദിവസം രാവിലെ അനൂപ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ആരതി, ആ കൺസൾട്ടേഷൻ ഡേറ്റ വേഗം എടുക്കൂ, ക്ലയൻറ്റ് വെയിറ്റ് ചെയ്യുകയാണ്. ആരതി തിരിഞ്ഞപ്പോൾ ഡേറ്റ അടങ്ങിയ ഫോൾഡർ കാണുന്നില്ല. അവൾ പരിഭ്രമിച്ചു. സോറി സാർ, അത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, കാണുന്നില്ല. എന്താ മിസ് ആരതി ഈ പറയുന്നത്? നിങ്ങൾക്ക് ഒരൊറ്റ ദിവസം ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് എൻ്റെ അവസ്ഥ? ഒരു പ്രധാന മീറ്റിംഗ് മുടങ്ങാനായി ഞാൻ കാരണം. അനൂപ് ദേഷ്യപ്പെട്ടു.
ആരതിക്ക് തൻ്റെ പാപം വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഒരു തുള്ളി കണ്ണീർ അറിയാതെ തുടച്ചു മാറ്റി. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ തന്നെ ഗൗരി ചേംബറിലേക്ക് കടന്നു വന്നു. അനൂപ്, എന്താ ശബ്ദം? ആരതിയോ? ഒരു പ്രധാനപ്പെട്ട ഫയൽ കളഞ്ഞോ? അനൂപ്, ഇതാണ് ഞാൻ പറഞ്ഞത്. കുറഞ്ഞ ശമ്പളത്തിന് ആളെ വെക്കുമ്പോൾ ഇങ്ങനെയിരിക്കും. അവർക്ക് ഉത്തരവാദിത്തം അറിയില്ല. നിങ്ങൾ എന്തിനാണ് ഈ പ്രൊജക്റ്റ് റിസ്ക് എടുക്കുന്നത്? ഗൗരിയുടെ സംസാരം അനൂപിന് മുന്നിൽ ആരതിയെ കൂടുതൽ കുറ്റക്കാരിയാക്കി. ആരതിക്ക് വല്ലാത്ത അപമാനം തോന്നി. മിസ് ആരതി, നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലീവ് എടുക്കാം. നിങ്ങൾ ഇന്ന് കാരണമുണ്ടാക്കിയ നഷ്ടം വളരെ വലുതാണ്, അനൂപ് കടുപ്പിച്ചു പറഞ്ഞു. ആരതിയുടെ ഹൃദയം തകർന്നുപോയി. അനൂപിൻ്റെ വാക്കുകൾ അവളെ വല്ലാതെ വേദനിപ്പിച്ചു. താൻ പാവപ്പെട്ടവളാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം തന്നെ വിശ്വസിക്കുന്നില്ല എന്ന് അവൾ തെറ്റിദ്ധരിച്ചു. അവൾ ഒന്നും പറയാതെ കണ്ണീരോടെ ഓഫീസിൽ നിന്നിറങ്ങി. ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഗൗരി ഒരു വിജയച്ചിരിയോടെയാണ് അവളെ നോക്കി. ആരതിയുടെ കണ്ണീരാണ് ഗൗരിയുടെ പ്രതികാരത്തിൻ്റെ ആദ്യ വിജയം. അനൂപിന് ആരതിയോടുള്ള സ്നേഹം സത്യമാണെങ്കിൽ ഈ തെറ്റിദ്ധാരണ എത്രത്തോളം നിലനിൽക്കുമെന്ന് കണ്ടറിയണം. അനൂപിൻ്റെ വാക്കുകളേറ്റ വേദനയോടെ ആരതി ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോയ ശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സ് ശാന്തമായിരുന്നില്ല. ആരതിയുടെ കണ്ണീര് അദ്ദേഹത്തെ വല്ലാതെ അലട്ടി. അവൾ ഒരു തെറ്റും മനഃപൂർവ്വം ചെയ്യില്ലെന്ന് അനൂപിന് ഉറപ്പായിരുന്നു. എന്നാൽ ഗൗരിയുടെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ സ്വാധീനിച്ചു. അന്ന് ഉച്ചയ്ക്ക് ശേഷം അനൂപ് തൻ്റെ ചേംബറിൽ ഒറ്റയ്ക്കിരുന്നു. താൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളോട് ഇത്രയും കടുപ്പത്തിൽ സംസാരിച്ചത് ശരിയല്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ആ കാണാതായ ഫയലിനെക്കുറിച്ച് വീണ്ടും ചിന്തിച്ചു. ആരതിയുടെ കൈകാര്യശേഷിയിൽ ഇതിനു മുമ്പ് ഒരിക്കലും വീഴ്ച സംഭവിച്ചിട്ടില്ല. അപ്പോഴാണ് ഗൗരി വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയത്. അനൂപ്, ആ കുട്ടിയെക്കുറിച്ചോർത്ത് വിഷമിക്കണ്ട. ഞാൻ വേണമെങ്കിൽ ഒരു പുതിയ സെക്രട്ടറിയെ നോക്കാം. ഇത്തിരി ചെറിയ പിഴവുകൾ നമ്മുടെ കമ്പനിയുടെ പേര് കളയും. പാവപ്പെട്ട കുട്ടിയായിരിക്കാം, പക്ഷെ പ്രൊഫഷണൽ ലോകത്ത് അതിനൊന്നും സ്ഥാനമില്ല, ഗൗരി പറഞ്ഞു. ഗൗരിയുടെ ഈ സംസാരം അനൂപിന് ഇഷ്ടപ്പെട്ടില്ല. ഗൗരി ആരതിയെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത് നിർത്തൂ. അവൾക്ക് സംഭവിച്ച പിഴവ് എൻ്റെ ശ്രദ്ധക്കുറവ് കൂടിയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആരതിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അനൂപിൻ്റെ ശബ്ദം കടുത്തിരുന്നു. ഗൗരിയുടെ മുഖം വിളറി. ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത് അനൂപ്. ഈ അടുത്തിടെയായി നിങ്ങൾ അവളുടെ കാര്യത്തിൽ അമിത താല്പര്യം കാണിക്കുന്നുണ്ട്. അത് ശരിയായ ഒരു ബന്ധമായി എനിക്ക് തോന്നുന്നില്ല. ഗൗരിയുടെ വാക്കുകൾ അവരുടെ സൗഹൃദത്തെ ബാധിക്കാൻ തുടങ്ങിയതോടെ അനൂപ് സംശയത്തിലായി. താൻ ആരതിയെ ഇഷ്ടപ്പെടുന്നു എന്ന് ഗൗരിയോട് പറഞ്ഞ ശേഷം അവൾ ആരതിയോട് പെരുമാറുന്നത് ശരിയായ രീതിയിലല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതേസമയം വീട്ടിലെത്തിയ ആരതിക്ക് കടുത്ത വിഷാദമായിരുന്നു. അനൂപിൻ്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തെ തകർത്തു. എൻ്റെ സാമൂഹിക നിലയാണ് അദ്ദേഹത്തിന് പ്രശ്നം. ഞാൻ പാവപ്പെട്ടവളായതുകൊണ്ട് എന്നെ വിശ്വസിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഈ ചിന്ത അവളുടെ മനസ്സിനെ വല്ലാതെ അലട്ടി. പിറ്റേന്ന് ആരതി ഓഫീസിൽ ജോലിക്കെത്തിയില്ല. ഒരു ലീവ് ലെറ്റർ പോലും നൽകാതെ അവൾ മാറി നിന്നു. അനൂപ് അവളെ വിളിച്ചു നോക്കിയെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അദ്ദേഹത്തിന് ഭയമായി. അനൂപ് ഉടൻ തന്നെ ആരതിയുടെ കമ്പ്യൂട്ടറിലെ ഫയലുകൾ പരിശോധിക്കാൻ തുടങ്ങി. കാണാതായ ഫയലിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ആ ഫോൾഡർ ആരതിയുടെ സിസ്റ്റത്തിൽ നിന്നും ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും അതിൻ്റെ പേര് മാറ്റിയതിനാൽ സെർച്ച് റിസൾട്ടിൽ വരാതിരുന്നതാണെന്നും അദ്ദേഹം കണ്ടെത്തി. ആ പേരുമാറ്റം സംഭവിച്ചത് ആരതിയുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണോ അതോ മറ്റാരോ മനഃപൂർവ്വം ചെയ്തതാണോ? ആരതിയുടെ ഡെസ്ക് ക്ലീനിങ് സമയത്ത് ഗൗരി അവിടെ വന്ന് സംസാരിച്ചിരുന്നത് അനൂപിൻ്റെ ചേംബറിലെ CCTVയിൽ പതിഞ്ഞ ഒരു ചെറിയ ക്ലിപ്പ് അദ്ദേഹം കണ്ടു. ഗൗരിയുടെ മുഖം വ്യക്തമല്ലെങ്കിലും അവൾ ആരതിയുടെ കീബോർഡിൽ കൈവച്ച ഒരു ദൃശ്യം അനൂപിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ നിമിഷം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു മിന്നൽ പിണർ പോലെ സത്യം തെളിഞ്ഞു. ഗൗരി തന്നെ ചതിച്ചിരിക്കുന്നു. താനും ആരതിയും ഒരുമിക്കാതിരിക്കാൻ അവൾ മനഃപൂർവ്വം ഉണ്ടാക്കിയ കെണിയായിരുന്നു ഇതെല്ലാം. തൻ്റെ പ്രണയത്തെക്കുറിച്ച് താൻ വിശ്വസ്തയോടെ പറഞ്ഞ സുഹൃത്ത് തന്നെ ചതിച്ചു. ഗൗരിയുടെ പ്രതികാര നീക്കങ്ങൾ കാരണം താൻ ആരതിയെ അപമാനിച്ചു. അവൾ ഇപ്പോൾ തന്നെ വെറുക്കുന്നുണ്ടാവാം. തൻ്റെ ഏറ്റവും വലിയ തെറ്റ് താൻ ആരതിയെ വിശ്വസിക്കാതെ ഗൗരിയുടെ വാക്കുകൾ കേട്ടു എന്നതാണ്. അനൂപ് ഉടൻ തന്നെ ഗൗരിയെ വിളിച്ചു വരുത്തി. ഇനി ഒരു തെറ്റിദ്ധാരണകൾക്ക് സ്ഥാനമില്ല, സത്യം പുറത്തു വരണം. ആരതിയെ വിളിച്ചിട്ട് കിട്ടാതായതോടെ അനൂപിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു. തൻ്റെ പ്രണയം തുറന്നു പറയുന്നതിന് മുൻപ് തന്നെ അവൾ തൻ്റെ ജീവിതത്തിൽ നിന്ന് അകന്നു പോവുകയാണോ? CCTV ദൃശ്യങ്ങൾ കണ്ടതോടെ ഗൗരിയുടെ കള്ളക്കളികളെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ധാരണ ലഭിച്ചു. അന്ന് വൈകുന്നേരം അനൂപ് ഗൗരിയെ തൻ്റെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തി. ഗൗരി സന്തോഷത്തോടെയാണ് വന്നത്. ആരതി പോയതോടെ തൻ്റെ വഴി തുറന്നു എന്ന് അവൾ വിശ്വസിച്ചു. എന്താ അനൂപ്, എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട്?
എന്തെങ്കിലും നല്ല കാര്യങ്ങളായിരിക്കുമോ? ഗൗരി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അനൂപിൻ്റെ മുഖത്ത് കടുത്ത ഗൗരവം തളം കെട്ടി നിന്നു. അദ്ദേഹം സംസാരിച്ചത് തൻ്റെ പതിവ് മര്യാദകളില്ലാതെയായിരുന്നു. നിങ്ങൾ എന്തിനാണ് ഗൗരി ആ ഫയലിൻ്റെ പേര് മാറ്റിയത്? ഗൗരിയുടെ മുഖം പെട്ടെന്ന് വിളറി. അവൾ ഞെട്ടലോടെ അനൂപിനെ നോക്കി. അനൂപ്, എനിക്കൊന്നും മനസ്സിലായില്ല. ഏത് ഫയലിൻ്റെ കാര്യമാണ് പറയുന്നത്? കഴിഞ്ഞ ദിവസം ആരതിയെ ഞാൻ കുറ്റപ്പെടുത്തിയ ആ ഇൻ്റർനാഷണൽ കോൺഫറൻസിനായിട്ടുള്ള ഡേറ്റ ഫയലിൻ്റെ കാര്യം. നിങ്ങൾ മനഃപൂർവ്വമാണ് അതിൻ്റെ പേര് മാറ്റിയത്. നിങ്ങൾ ആരതിയുടെ ഡെസ്കിനടുത്ത് വന്നതിൻ്റെ ദൃശ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഇനി എന്തിനാണ് ഈ നാടകം? അനൂപിൻ്റെ ശബ്ദം മുറിയിൽ മുഴങ്ങി. ഗൗരിക്ക് പ്രതിരോധിക്കാൻ വാക്കുകളില്ലായിരുന്നു. അവൾ പെട്ടെന്ന് നിറം മാറി. ദേഷ്യവും അപമാനവും അവളുടെ മുഖത്ത് പ്രകടമായി. അതെ, ഞാനാണ് ചെയ്തത്. നിങ്ങൾ എന്നെയാണ് വിവാഹം കഴിക്കേണ്ടിയിരുന്നത്. അനൂപ്, ഞാൻ നിങ്ങളുടെ കൂടെ വളർന്നവളാണ്. ആ പാവപ്പെട്ട സെക്രട്ടറി നിങ്ങൾക്ക് ചേർന്നവളല്ല. അവൾ നിങ്ങളുടെ ശ്രദ്ധ പണം തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഗൗരി പൊട്ടിത്തെറിച്ചു. മതിയാക്കൂ ഗൗരി. ആരതിയുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? അവൾ ഈ ജോലിക്ക് വരുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്, എന്നെ തട്ടിയെടുക്കാൻ വേണ്ടിയല്ല. നിങ്ങൾ സ്വയം വിലയിരുത്തൂ. എൻ്റെ സ്നേഹം സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങൾ ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിയുടെ ജോലിയും മാനസിക സമാധാനവുമാണ് തകർത്തത്. അനൂപ് ശാന്തമായി കസേരയിലേക്ക് ചാരിയിരുന്നു. നിങ്ങളോട് ഞാൻ എൻ്റെ പ്രണയം തുറന്നു പറഞ്ഞത് ഒരു സുഹൃത്തിനെ വിശ്വസിച്ചിട്ടാണ്. എന്നാൽ നിങ്ങൾ ചെയ്തത് എന്നെയും അവളെയും തമ്മിൽ തെറ്റിക്കാനാണ്. നിങ്ങളുടെ ഈ പ്രതികാര ബുദ്ധിയുള്ള മനസ്സ് എൻ്റെ ജീവിതത്തിന് ചേർന്നതല്ല. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വിതുമ്പിപ്പോയി. അനൂപ്, എന്നോട് ക്ഷമിക്കണം. എൻ്റെ സ്നേഹം കാരണമാണ് നിങ്ങൾ അവളെ പ്രണയിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. സ്നേഹമല്ല ഗൗരി, സ്വാർത്ഥതയാണത്. എൻ്റെ മനസ്സിൽ ഒരുപാട് വേദനയുണ്ട്. ഞാനാണ് ആരതിയെ വേദനിപ്പിച്ചത്. നിങ്ങളുടെ വാക്കുകൾ വിശ്വസിച്ച് ഞാൻ അവളെ കുറ്റപ്പെടുത്തി. എൻ്റെ ഏറ്റവും വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്, അനൂപ് പറഞ്ഞു. അനൂപിൻ്റെ ഈ വാക്കുകൾ ഗൗരിക്ക് ഒരു തിരിച്ചടിയായിരുന്നു. തൻ്റെ നീക്കങ്ങൾ അനൂപിനെ തന്നിൽ നിന്ന് കൂടുതൽ അകറ്റുകയുള്ളൂ എന്ന് അവൾ തിരിച്ചറിഞ്ഞു. അപമാനിതയായി അവൾ ചേംബറിൽ നിന്ന് ഇറങ്ങിപ്പോയി. അനൂപ് ഉടൻ തന്നെ ആരതിയെ തിരക്കി പുറപ്പെട്ടു. ആരതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. വിലാസം മാത്രമേ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൂ. തൻ്റെ പ്രണയം തുറന്നു പറയുന്നതിന് മുൻപ് താൻ വരുത്തിയ തെറ്റിന് അവളോട് മാപ്പ് പറയണം. അവളെ പിരിഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ആരതിയുടെ വീട്ടിലേക്കുള്ള വഴിയിൽ താൻ ഒരിക്കലും ഒരുമിക്കില്ലെന്ന് ഭയക്കുന്ന ആ പെൺകുട്ടിയെ തൻ്റെ പ്രണയം പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും എന്ന ചിന്തയായിരുന്നു അനൂപിൻ്റെ മനസ്സിൽ. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് വളരെ അകലെ ഒരു സാധാരണ കോളനിയിലെ ചെറിയ വീട്ടുമുറ്റത്താണ് അനൂപ് മേനോൻ്റെ തൻ്റെ ആഡംബര കാർ നിർത്തിയത്. ആരതിയുടെ വീട്ടിൽ നിന്ന് പ്രതീക്ഷിച്ചതിലും വലിയ നിശബ്ദതയായിരുന്നു. അദ്ദേഹം ധൈര്യം സംഭരിച്ച് വാതിലിൽ മുട്ടി. വാതിൽ തുറന്നത് ആരതിയുടെ അമ്മയായിരുന്നു. അനൂപിനെ പോലെ ഒരാൾ തൻ്റെ വീടിൻ്റെ പടിക്കൽ നിൽക്കുന്നത് കണ്ട് അവർ പരിഭ്രമിച്ചു. ഞാൻ അനൂപ് മേനോൻ, ആരതിയെ കാണാൻ വന്നതാണ്, അനൂപ് വിനയത്തോടെ പറഞ്ഞു. അകത്തൊരു മൂലയിലിരുന്ന് കരയുകയായിരുന്നു ആരതി. അനൂപിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ ഞെട്ടി. താൻ ജോലിയിൽ നിന്ന് പുറത്താക്കിയ കാര്യം അറിയിക്കാൻ വന്നതാവാം എന്ന് അവൾ ഭയന്നു. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ആരതി ഹാളിലേക്ക് വന്നു. അനൂപിനെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അവൾ തല കുനിച്ചു നിന്നു. സർ, ഞാൻ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കുന്നു. ഞാൻ അലസത കാണിച്ചതല്ല. ആ ഫയൽ ആരതിയെ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അനൂപ് അവളുടെ അടുത്തേക്ക് വന്നു. ആരതി, എൻ്റെ ഭാഗത്തു നിന്നാണ് തെറ്റുണ്ടായത്. എന്നോട് ക്ഷമിക്കണം. അനൂപിൻ്റെ ഈ ഭാവമാറ്റം ആരതിയെ അത്ഭുതപ്പെടുത്തി. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആരതി. ആ ഫയലിൻ്റെ പേര് മാറ്റിയത് ഗൗരിയാണ്. ഞങ്ങൾക്കിടയിൽ ഒരു അകൽച്ച ഉണ്ടാക്കാൻ വേണ്ടി അവൾ മനഃപൂർവ്വം ചെയ്തതാണ്. എൻ്റെ കണ്ണടച്ച് വിശ്വസിച്ച സുഹൃത്ത് എന്നെ ചതിച്ചു. എന്നാൽ ഞാൻ അവിശ്വസിച്ചത് നിങ്ങൾ എന്നേക്കാൾ നന്നായി അറിഞ്ഞിരുന്ന ആത്മാർത്ഥതയാണ്. അനൂപ് നടന്ന കാര്യങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കി. ഗൗരിയെ താൻ ശാസിച്ച കാര്യവും തൻ്റെ മനസ്സിലെ വേദനയും അദ്ദേഹം തുറന്നു പറഞ്ഞു. നിങ്ങളുടെ സ്ഥാനവും സാമ്പത്തിക നിലയും കണ്ടാണ് ഞാൻ അകലം പാലിക്കാൻ ശ്രമിച്ചത്. എന്നെപ്പോലെ ഒരാളെ ആരതിയുടെ ശബ്ദമിടറി. അനൂപ് അവളുടെ കൈകളിൽ മൃദുവായി പിടിച്ചു. അവിടെയാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചത് ആരതി. നിങ്ങളുടെ ഈ ലാളിത്യമാണ്, ജോലിയിലുള്ള ഈ ആത്മാർത്ഥതയാണ് എന്നെ ആകർഷിച്ചത്. എൻ്റെ ചുറ്റും പണത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ലോകം മാത്രമാണ്. അങ്ങോട്ടൊരു ശുദ്ധവായു പോലെ കടന്നു വന്നത് നിങ്ങളാണ്. അനൂപ് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് അവളോട് തുറന്നു ചോദിച്ചു. ആരതി, ഞാൻ നിങ്ങളെ പ്രണയിക്കുന്നു. എൻ്റെ എല്ലാ ഭയങ്ങളെയും മാറ്റാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ.
എൻ്റെ കൂടെ ജീവിക്കാൻ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റായി എൻ്റെ കൂടെ ഉണ്ടാകാൻ നിങ്ങൾക്ക് സമ്മതമാണോ? ആരതിയുടെ കണ്ണുകളിൽ നിന്ന് സന്തോഷത്തിൻ്റെ കണ്ണുനീർ ഒഴുകി. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ എല്ലാ ഭയങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് താൻ പ്രണയിച്ച മനുഷ്യൻ തൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നു. സർ, എനിക്കും. അവൾക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അവൾ തലയാട്ടി. അനൂപ് എഴുന്നേറ്റ് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്തു. ആദ്യമായി അവർ പരസ്പരം പ്രണയം സമ്മതിച്ചു. ആ നിമിഷം തൻ്റെ ദാരിദ്ര്യമോ അനൂപിൻ്റെ സമ്പന്നതയോ അവർക്കിടയിൽ ഒരു വിഷയമേ ആയിരുന്നില്ല. അവരുടെ ഹൃദയങ്ങൾ ഒന്നായിരുന്നു. അനൂപ് തിരിഞ്ഞ് ആരതിയുടെ മാതാപിതാക്കളെ നോക്കി. എനിക്കിവളെ വേണം. ഞാൻ ഇവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അനുഗ്രഹമുണ്ടാവണം. ആരതിയുടെ മാതാപിതാക്കളുടെ കണ്ണുകളും സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവർ നിറഞ്ഞ മനസ്സോടെ സമ്മതം നൽകി. അവിടെ ഉണ്ടായിരുന്ന എല്ലാ തെറ്റിദ്ധാരണകളുടെയും കൊടുങ്കാറ്റ് അടങ്ങി. പാവപ്പെട്ടവളായതുകൊണ്ട് എന്നെ പ്രണയിക്കില്ല എന്ന ആരതിയുടെ ഭയം വെറും മിഥ്യയായി. ആരതിയുടെ വീട്ടുമുറ്റത്ത് വെച്ച് പ്രണയം തുറന്നു പറഞ്ഞ ശേഷം അനൂപും ആരതിയും പുതിയൊരു ലോകത്തേക്ക് കാലെടുത്തു വെച്ചു. അവരുടെ വിവാഹ നിശ്ചയം ലളിതമായി ആരതിയുടെ വീട്ടിൽ വെച്ച് നടത്തി. അനൂപിൻ്റെ ആഡംബരങ്ങളെക്കാൾ തൻ്റെ ലാളിത്യത്തിന് പ്രാധാന്യം നൽകിയുള്ള ഒരു ജീവിതമാണ് തനിക്ക് വേണ്ടതെന്ന് അദ്ദേഹം ആരതിയെ ബോധ്യപ്പെടുത്തി. അനൂപ് ആദ്യമായി ചെയ്യുന്നത് ഗൗരിയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക എന്നതാണ്. അദ്ദേഹം ഗൗരിയെ വിളിച്ചു കണ്ടു. ഗൗരി, നമ്മുടെ സൗഹൃദം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ ആരതിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു, അനൂപ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഗൗരിക്ക് തൻ്റെ തെറ്റു മനസ്സിലായി. അനൂപിൻ്റെ സൗഹൃദവും സ്നേഹവും തൻ്റെ അസൂയ കാരണം നഷ്ടപ്പെടുത്തിയതിൽ അവൾക്ക് വലിയ ദുഃഖം തോന്നി. അവൾ നിസ്സഹായിയായി അനൂപിൻ്റെ മുമ്പിൽ നിന്നും മാപ്പ് പറഞ്ഞ് പിന്മാറി. അവൾ സ്വയം തിരുത്താൻ തീരുമാനിച്ചു. അനൂപിൻ്റെ കുടുംബാംഗങ്ങൾക്ക് തുടക്കത്തിൽ ആരതിയുടെ പശ്ചാത്തലം ഒരു പ്രശ്നമായിരുന്നു. എന്നാൽ അനൂപിൻ്റെ ശക്തമായ നിലപാടും ആരതിയുടെ നിഷ്കളങ്കമായ പെരുമാറ്റവും കണ്ടപ്പോൾ അവർ ആ ബന്ധത്തെ അംഗീകരിച്ചു. അനൂപ് പണത്തിന് പിന്നാലെ പോകാതെ യഥാർത്ഥ സ്നേഹം കണ്ടെത്തിയതിൽ അവർ സന്തോഷിച്ചു. വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾക്കിടയിൽ ആരതിയുടെ ജീവിതം മാറിമറിഞ്ഞു. എങ്കിലും അവൾ തൻ്റെ ലാളിത്യം കൈവിട്ടില്ല. അനൂപിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾ ജോലിയിൽ നിന്നും മാറി നിന്നില്ല. വിവാഹശേഷവും തൻ്റെ പ്രിയപ്പെട്ട ജോലിയിൽ തുടരണമെന്ന് അവൾ ആഗ്രഹിച്ചു. അനൂപ് സന്തോഷത്തോടെ അതിനെ പിന്തുണച്ചു. നമുക്ക് തുല്യമായ ഒരു ജീവിതം വേണം ആരതി, അദ്ദേഹം പറഞ്ഞു. നിശ്ചയിച്ച ദിവസം വന്നു ചേർന്നു. ഒരുപാട് ആഡംബരങ്ങളില്ലാതെ എന്നാൽ അതീവ ഹൃദയസ്പർശിയായിട്ടായിരുന്നു അവരുടെ വിവാഹം. അനൂപിൻ്റെ ലോകത്തെ സമ്പന്നരും ആരതിയുടെ ലോകത്തെ സാധാരണക്കാരും ഒരുമിച്ചിരുന്ന് ആ വിവാഹം ആഘോഷിച്ചു. വെളുത്ത സിൽക്ക് സാരിയിൽ ആരതി അതിസുന്ദരിയായിരുന്നു. കറുത്ത സ്യൂട്ടിൽ അനൂപം തിളങ്ങി. പരസ്പരം മാലയിടുമ്പോൾ അവരുടെ കണ്ണുകളിൽ കണ്ടത് വർഷങ്ങളോളം ഉള്ളിലൊതുക്കിയ പ്രണയമായിരുന്നു. വിവാഹശേഷം അവരുടെ ജീവിതം ഒരു പുതിയ യാത്രയായി തുടങ്ങി. ഓഫീസിൽ അവർ ഇപ്പോഴും ബോസും സെക്രട്ടറിയുമാണ്. എങ്കിലും കുറച്ചുകൂടി അടുപ്പമുള്ള ബോസും സെക്രട്ടറിയും ഒരു ദിവസം വൈകുന്നേരം അവർ ഓഫീസിൽ നിന്ന് ഒരുമിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആരതി ചിരിച്ചുകൊണ്ട് അനൂപിൻ്റെ തോളിൽ ചാരി. ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല അനൂപ്, ഞാനൊരു സാധാരണക്കാരി. നിങ്ങൾ. അനൂപ് അവളുടെ കൈകളിൽ അമർത്തിപ്പിടിച്ചു. നിങ്ങളാണ് എൻ്റെ എല്ലാം ആരതി. നിങ്ങളാണ് എന്നെ ഞാനാക്കിയത്. സമ്പന്നതയും ദാരിദ്ര്യവും തമ്മിലുള്ള അന്തരം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കാൻ ഞാൻ അനുവദിക്കില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച തിരഞ്ഞെടുപ്പാണ് നിങ്ങൾ. തൻ്റെ ജീവിതത്തിൽ താൻ പ്രണയിച്ച മനുഷ്യനെ തന്നെ ഭർത്താവായി ലഭിച്ചതിൻ്റെ സന്തോഷം ആരതിയുടെ കണ്ണുകളിൽ തിളങ്ങി. ആ തെറ്റിദ്ധാരണകളുടെ കൊടുങ്കാറ്റുകളെയും ഗൗരിയുടെ പ്രതികാരത്തെയും അതിജീവിച്ച് അവരോട് ഒരുമിക്കാൻ കൊതിച്ച ഹൃദയങ്ങൾ എന്നേക്കുമായി ഒന്നായി. അവരുടെ പ്രണയകഥ സ്ഥാനമാനങ്ങളോ സമ്പത്തോ അല്ല, മറിച്ച് ആത്മാർത്ഥമായ സ്നേഹമാണ് ഒരുമിക്കാൻ വേണ്ടതെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു.